എന്ത് ഔട്ട്ഫിറ്റ് ഇട്ടാലും യങ്സ്റ്റേഴ്സ് വരെ നോക്കി പോകുന്നുണ്ട്. മമ്മൂക്കയുടെ ഈവൻ ഫുട്വെയറും മമ്മൂക്ക യൂസ് ചെയ്യുന്ന ആക്സസറീസും എല്ലാം അപ്ഡേറ്റഡ് ആണ്. അപ്പൊ ആരോടും അങ്ങനെ ചാൻസും അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല അല്ലേ? ചോദിച്ചിട്ടില്ല. പക്ഷെ അതെനിക്ക് നാച്ചുറലി വരുന്നൊരു കാര്യമല്ല കൃഷ്ണേന്ദു. അതുകൊണ്ടാണ്. എൻ്റെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യം അനിലിനെ കണ്ടിട്ടുള്ളൂ. ഒന്നത് പെണ്ണ് കാണാനാണ്. ഇപ്പം അവർക്ക് കുറച്ചൊരു എക്സ്പോസ് ചെയ്യുന്ന ടൈപ്പിൽ ഡ്രസ്സ് ചെയ്യണം. അത് അവർ ചെയ്തോട്ടെ. അതിപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ ഏത് സിനിമ ചെയ്യുമ്പോഴും കംബാക്ക്, ഇത് കംബാക്ക് മൂവി. കാരണം വെച്ചാൽ ഒരു കിണ്ണം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളത്തേക്ക് വാനിഷാണ്. പിന്നെയാണ് ഞാൻ കഴിവതും എൻ്റെ പിള്ളേരുടെ ഒന്നും ഇടാറില്ല, ഹസ്ബൻഡേ ഇടാറില്ല. അവരുടെ നെഗറ്റീവ് കമൻറ്റ് കാണുന്ന ഡെഫിനറ്റ്ലി എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ല. ജ്യോതിർമയുമായി പ്രശ്നത്തിലാണെന്നാണ് ഭൂരിഭാഗം കരുതിയിരിക്കുന്നത്. ഇതിപ്പോ വെറുതെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ലാതെ വേറെ ആരും ഇങ്ങനെ വിചാരിച്ചില്ല. അഭിനയിച്ച ഒരൊറ്റ ക്യാരക്ടറിലൂടെ ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുക. ആ ഭാഗ്യം എല്ലാ ആക്ടേഴ്സിനൊന്നും ലഭിക്കണം എന്നില്ലല്ലേ? പക്ഷേ അത്തരത്തിൽ ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഇന്ന് നമ്മളോടൊപ്പം സെലിബ്രിറ്റി ടോക്കിലുള്ളത്, നിങ്ങളുടെ സ്വന്തം ടെസ ജോസഫ്. ഹലോ. ശരി, അന്നും ഇന്നൊക്കെ ഒരേപോലെ ഒരു ചേഞ്ചും ഇല്ലല്ലേ? ഇല്ല, എനിക്ക് പ്രത്യേകിച്ച് കണ്ടിട്ട് അങ്ങനെ ഒരു ചേഞ്ചും ഇല്ല. എനിക്ക് തോന്നുന്നു ആ പട്ടാളത്തിലെ ആ സാരിയും കൊടയൊക്കെ പിടിച്ചു വന്നു കഴിഞ്ഞാൽ അതേപോലെ തന്നെ. എനിക്ക് തോന്നുന്നു മമ്മൂക്ക അതുപോലെ തന്നെയാ. 2 പേർക്കും വേണമെങ്കിൽ പട്ടാളം 2 ഒക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു ഐഡിയ അല്ലേ? പട്ടാളം 2 ഉണ്ടെങ്കിൽ 2 പേർക്കും ഒരേപോലെ, 2 പേർക്കും പ്രത്യേകിച്ച് അങ്ങനെ പറയലുണ്ടോ? പറയാറുണ്ട്. ഇങ്ങനെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. പക്ഷെ എനിക്കറിയാം നല്ല മാറ്റം വന്നിട്ടുണ്ടെന്നുള്ളത്. അതായത് ഏജ് കൂടുന്നുണ്ട്. അതെ. പക്ഷെ ലുക്ക് വൈസ് ഇങ്ങനെ ഡയറ്റും കുറച്ചും കൂടെ ഒരു ചെറിയ മുഖമൊക്കെ അല്ലായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടെ വലിയ മുഖമായില്ലേ? ഇല്ല, എനിക്ക് അതുപോലെ തോന്നുന്നു. ഡയറ്റും ഉണ്ട്, പിന്നെ എക്സസൈസ് ഉണ്ട്. പക്ഷെ അതിങ്ങനെ എന്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ചിലർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ. അതായത് എവിടെ പോയാലും ഇപ്പൊ വെക്കേഷനൊക്കെ പോയാലും ആ സ്ട്രിക്റ്റ്, അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഡയറ്റൊന്നും അല്ല. പക്ഷെ എക്സസൈസും. ഇപ്പൊ നമ്മളെ ചക്കപ്പഴത്തിലേക്ക് വരുമ്പോഴും അതുപോലെ തലവേദനയ്ക്ക് വരുമ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പൊ ചേച്ചിയുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാവരും ഒരു കംബാക്ക് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ചേച്ചി ഇവിടെ തന്നെ ഉണ്ട്. അതെ, ഞാൻ ഏത് സിനിമ ചെയ്യുമ്പോഴും കംബാക്ക്, ഇത് കംബാക്ക് മൂവി. കാരണം വെച്ചാൽ ഒരു കിണ്ണം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നാളത്തേക്ക് വാനിഷാണ്. പിന്നെയാണ് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നുണ്ടല്ലേ? ചെറുതല്ല, അത് അത്യാവശ്യം വലിയ ബ്രേക്കാണ് എല്ലാത്തിനും. അപ്പം അതുകൊണ്ടായിരിക്കും കംബാക്ക് എന്ന് പറയുന്നത്. എന്താ ഇങ്ങനെ ബ്രേക്ക് വന്നോണ്ടേ? അതായത് സ്വന്തമായിട്ട് നല്ല പ്രോജക്ട്സ് വന്നാലല്ലേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്യാരക്ടർ വരുമ്പോഴേ അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ അബുദാബിയിൽ ആയിരിക്കുന്നത് ഒരു ഡ്രോബാക്ക് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ കൂടുതൽ സമയം നാട്ടിലുണ്ട്. ശരിക്കും അങ്ങനെ ഉണ്ടോ? അതായത് അബ്രോഡ് പോയി കഴിഞ്ഞാല് നമുക്ക് പിന്നെ ആൾക്കാർ വിളിക്കുമ്പോൾ അവർ അവിടെയാണല്ലേ. കാരണം വെച്ചാൽ അബുദാബി 3.5 മണിക്കൂറേ ഫ്ലൈറ്റിലുള്ളെങ്കിൽ പോലും വിളിക്കുമ്പോൾ എല്ലാവരും ചോദിക്കും, അവിടെയാണോ? അത് നമ്മൾ ഏതോ ഒരു ദൂരെ നാട്ടിൽ അമേരിക്കയിലൊക്കെ ഇരിക്കുന്ന പോലെയാണ്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഒരു 3.5 മണിക്കൂർ ഉണ്ടെങ്കിൽ നാട്ടിലെത്താം. അപ്പോൾ കൂടുതൽ സമയം ഇപ്പം ഞാനിവിടെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ഇപ്പം ചക്കപ്പഴത്തിന് വേണ്ടി ഒരു 1 ഇയർ പ്ലസ് ഉണ്ടായിരുന്നു. പിന്നെ തലവൻ, അങ്ങനെ ഓരോന്നോരോന്ന് വരുമ്പം ഞാൻ നാട്ടിലുണ്ട് മിക്കവാറും. എനിക്ക് തോന്നുന്നു പട്ടാളത്തിലെ ആ ക്യാരക്ടറിന് ശേഷം കൂടുതലും ചക്കപ്പഴത്തിലെ ലളിത കുഞ്ഞുണ്ണി ആ ക്യാരക്ടർ. അതെ, അതിന് ഇടയ്ക്കും മൂവീസ് ചെയ്തു. പക്ഷെ അത് ശ്രദ്ധിക്കപ്പെട്ടത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ തന്നെയാണ്. ചക്കപ്പഴം. അതെ. എങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ആൾക്കാർ വിളിക്കോ ലളിതയെന്നൊക്കെ വിളിക്കാറുണ്ടോ? ചക്കപ്പഴത്തിനകത്ത് കണ്ടിട്ട് ഞാൻ എന്നെ ഈ ഒരു രൂപത്തിൽ കാണുമ്പോൾ ആൾക്കാർ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെയാണ് പെട്ടെന്ന് അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്തല്ലോ. ബിക്കോസ് അതിനകത്ത് മുടിയൊക്കെ ഇങ്ങനെ കെട്ടിവെച്ച് വേറൊരു ലുക്കല്ലേ, ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ലേ. അപ്പം പെട്ടെന്ന് ക്ലിക്ക് ചെയ്തില്ല. ചിരിക്കും. അത് കഴിഞ്ഞിട്ട് എവിടെയാണ് പ്ലേസ് ചെയ്യാനായിട്ട് ആലോചിക്കുമ്പോഴത്തേക്കും നമ്മളങ്ങ് മൂവ് ചെയ്യുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും? അതായത് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ അയ്യോ എന്നെ ഇങ്ങനെ ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണല്ലോ ഞാൻ ചെയ്യുന്നത്, അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു? ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല. ബുദ്ധിമുട്ടുള്ളത് നമ്മൾ എടുക്കില്ലല്ലോ. ബുദ്ധിമുട്ടുള്ളത് എടുക്കത്തില്ല. അപ്പം ഹാപ്പി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതികളല്ലേ എടുക്കുള്ളൂ. പിന്നെ എനിക്ക് കോമഡി ചെയ്യാനായിട്ട് ഉള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഈ ക്യാരക്ടർ എടുത്തതും. പക്ഷെ അത് സെറ്റായല്ലേ? നല്ലായിരുന്നു, അടിപൊളി. അതൊരു സിങ് സൗണ്ടാണ്. ഇപ്പൊ സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ പോലും നമ്മളത് കാണാതെ പഠിച്ചിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിൽ, നമ്മളിപ്പോൾ വർത്താനം പറയുന്നില്ലേ, അതുപോലെയാണ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ടൊരു നാടകം പോലെ, അതായത് നമ്മളൊന്ന് റിഹേഴ്സ് ചെയ്തിട്ട് നമ്മൾ പോയി ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇത്. ഇപ്പൊ സിനിമയാണോ കൂടുതൽ എളുപ്പം, ഇപ്പൊ ഇതുപോലുള്ള സീരിയൽസ് അങ്ങനത്തെ ചെയ്യാനാണോ കൂടുതൽ? ചക്കപ്പഴം ഇച്ചിരി പാടായിരുന്നു നമുക്കൊന്ന് സിങ്ക് ആകാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം സിനിമയിൽ നമുക്ക് ഒരു സ്ഥലം പറയുമല്ലോ. നമുക്കിപ്പോൾ ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്ന പോയിന്റ് ടു പോയിന്റ് നമുക്ക് പറയും, ഇവിടം വരെയാണ് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു പോയിന്റ് പറയും. ചക്കപ്പഴത്തിന് അങ്ങനെയല്ല, 3 ക്യാമറ ഉണ്ട്. നമുക്ക് ആ ഹോൾ സ്പേസ് ഇസ് യോഴ്സ്. അപ്പം നമുക്ക് എവിടെ കൂടെ വേണമെങ്കിലും നടക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, എന്ത് ആക്ടിവിറ്റി വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതിൻ്റെ കൂടെ സ്ക്രിപ്റ്റ് പഠിച്ചിട്ട് നമ്മുടേതായ രീതിയിലാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ റിഹേഴ്സൽ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് റിഹേഴ്സൽ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ
എൻ്റെ ഓപ്പോസിറ്റ് പ്ലേ ചെയ്യുന്ന ആൾക്ക് ചിലപ്പോൾ അത് വേണ്ട, ആ ഒരു ലൈനേ ചിലപ്പോൾ അവർ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ റിപ്ലൈ പറയാനായിട്ട് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി വരണം. അതൊക്കെ ഇച്ചിരി ചലഞ്ചിങ് ആയിരുന്നു. പക്ഷേ കുറച്ച് എനിക്കൊന്നൊരു ഫ്യൂ മന്ത്സിൽ ഞാനത് അതിലേക്ക് അങ്ങ് സിങ്കായി. പക്ഷെ ആ ക്യാരക്ടർ ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയല്ലേ? അതായത് എല്ലാവരും എനിക്ക് തോന്നി ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ആ ഒരു ചക്കപ്പഴത്തിലെ റോളിന് ഭയങ്കര ഇതായിരുന്നു. എനിക്ക് ആളുകൾക്ക് കുറച്ച് റിലേറ്റ് ചെയ്യാമല്ലോ, ഇങ്ങനൊരു വീടും എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമുക്ക് ഇപ്പം എനിക്ക് തോന്നുന്നു ഇതൊരു കൂട്ടുകുടുംബമാണ്. പക്ഷെ കൂട്ടുകുടുംബം അല്ലാതെ ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ പോലും എപ്പോഴെങ്കിലും നമ്മൾ തറവാടുകളിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ ഉള്ള ആ ഒരു കമ്മ്യൂണിക്കേഷനും ആ തമാശകളും അതെല്ലാമാണ്. അപ്പൊ ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ആയതുകൊണ്ടായിരിക്കും. ഇങ്ങനെ ഈ പണ്ട് നമ്മള് ആങ്കറിംഗ് എന്നാണല്ലോ ഇപ്പൊ ഈ ഫിലിമിലേക്ക് വരുന്നത്. അപ്പൊ ആ സമയത്തൊക്കെ എങ്ങനെയാ ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വന്നിരുന്നു? ഇപ്പൊ നമ്മൾ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കുക, കല്യാണത്തിന്റെ അതായത് നമ്മള് പ്രപ്പോസൽ ഒക്കെ വരുമല്ലോ ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടാവാം, മറന്നുപോയി, കുറെ കൊല്ലമായില്ലേ. പക്ഷെ അന്നൊക്കെയല്ലേ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. ഇപ്പൊ നിങ്ങൾക്കൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം കൃഷ്ണേന്ദുവിനാണെങ്കിലും കുറെ പ്രപ്പോസൽസും കുറെ റിക്വസ്റ്റും ഒക്കെ വരുന്നുണ്ടാവും. അതൊക്കെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും അങ്ങനെയൊക്കെയാണല്ലോ. ചിരിക്കുന്നില്ലേ? പക്ഷെ നമ്മുടെ സമയത്ത് അങ്ങനെയൊന്നുമില്ല, എല്ലാം ലെറ്റേഴ്സാണ്. അപ്പൊ വരുന്നതെല്ലാം ലെറ്റേഴ്സിൽ കൂടെയും അങ്ങനെയൊക്കെയാണ്. ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടോ? പിന്നെ ആ സമയത്തൊക്കെ ഇഷ്ടം പോലെ ലെറ്റേഴ്സ് ഒരുപാട് വരുമ്പോഴേ നമുക്ക് കൺഫ്യൂഷനാണ്. നമുക്ക് ഒന്നോ രണ്ടോ ഒക്കെ വരുമ്പോൾ നമ്മളൊരു എനിക്ക് കുറെ ലെറ്റേഴ്സ് വന്നു എന്നൊക്കെ. പണ്ടൊക്കെ ഒരുപാട് ലെറ്റേഴ്സ് ഇങ്ങനെയൊക്കെ വരുമായിരുന്നു. അതൊക്കെ ആളുകൾ നമ്മളെ പിന്നെ മാത്രമല്ല ഇന്ന് കുറെ ആളുകൾ ആക്സസിബിൾ ആണല്ലേ. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും ഇപ്പം ആരെങ്കിലും ഒക്കെ എന്നോട് വർത്താനം പറയാൻ വന്നാൽ ഞാൻ തിരിച്ച് മിക്കവർക്കും ഒരു എന്നാ പറയുന്നത് ഒരു ഡീസെന്റ് ആയിട്ട് സംസാരിക്കുന്ന എല്ലാവർക്കും. പിന്നെ ചിലരൊരു ഇൻഡീസെന്റ് കമന്റ്സ് ഒക്കെ ആയിട്ട് വരും, അങ്ങനെയുള്ളവരെ ഞാൻ ഇഗ്നോർ ചെയ്യും. പക്ഷെ അല്ലാത്ത ഒട്ടുമിക്കവരും എന്നോട് സംസാരിക്കാനായിട്ട് ആഗ്രഹമുള്ളവർ ഇപ്പം വെറുതെ ഹായ് ഗുഡ് മോർണിംഗ് കഴിച്ചോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരോടൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ആയിട്ട് വരുന്നവരോട് ജെനുവിൻ ആണെന്ന് തോന്നുന്നവരോടൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അത് പേഴ്സണലി ഞാൻ ഇച്ചിരി സമയം എല്ലാ ദിവസവും അതിന് വേണ്ടി കണ്ടെത്തുന്നുണ്ട്. അങ്ങനെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടോ കേൾക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ് സംസാരിക്കാൻ, അതായത് പറഞ്ഞത് എനിക്ക് ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്, ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പിന്നെ ഈ കഴിച്ചോ കിടന്നോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതിനോടൊന്നും നമുക്ക് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അല്ലാതെ ഇങ്ങനെ ഇപ്പം എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന എന്തെങ്കിലും വർക്കിനെ പറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ സംസാരിക്കാറുണ്ട്. അപ്പം മിക്കവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ടെന്ന് തന്നെ പറയാം. അല്ല, പൊതുവെ ഇങ്ങനെ പറയും ആക്ടേഴ്സിനൊന്നും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവര് റിപ്ലൈ ചെയ്യില്ല, അങ്ങനെ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ചേച്ചി നേരെ ഓപ്പോസിറ്റ്. എനിക്കിഷ്ടമാണ് അങ്ങനെ. ഓക്കെ, ഞാൻ ഇനി കുറച്ച് ഒരു സെഗ്മെന്റ് പോലെ നമുക്കിനി അങ്ങനെ ഇന്റർവ്യൂ കണ്ടിന്യൂ ചെയ്യാം. അതായത് ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ പറയും. അപ്പൊ ചേച്ചി അത് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം, അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാം, ഇല്ലെങ്കിൽ നോ പറഞ്ഞാൽ മതി. അങ്ങനെ അല്ലെന്ന്, അതായത് ഇപ്പൊ ചേച്ചി പറയുന്ന പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കുമല്ലോ. ഇല്ല, എങ്ങനെ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ശരി, ഓക്കെ. ഫസ്റ്റ് വൺ, ഇൻഡസ്ട്രിയിൽ ആ നടനോട് എനിക്ക് ക്രഷ് തോന്നിയിരുന്നു, അങ്ങനെ ഉണ്ടോ? പിന്നെ അതൊക്കെ ആരാ എന്താന്നല്ലേ, യെസ് മാത്രം പറയാനല്ലേ പറഞ്ഞോളൂ. അല്ല, അതിനെ കുറിച്ച് പറയാം. ക്രഷ് വെറും യെസ് നോ മാത്രമല്ല, സ്പോട്ടിലാക്കരുത്. ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ തോന്നുമല്ലോ. കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കുഞ്ചാക്കോ ബോബൻ അത് ക്രഷ് ഇല്ലാത്ത എനിക്ക് തോന്നില്ല. എല്ലാ ക്ലാസ്സിൽ തന്നെ ഉള്ള പിള്ളേർക്ക് എല്ലാം ക്രഷ് ഉണ്ടായിരുന്നു. കുഞ്ചാക്കോ ബോബൻ ആ സമയത്ത് ക്രഷ് ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളൂ. ഇപ്പൊ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നു ഉണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ്, മമ്മൂക്ക പറഞ്ഞ ആ വാക്ക് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഭക്ഷണത്തിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അതായത് ഞങ്ങൾ സെറ്റിലിരിക്കുന്ന സമയത്ത് മമ്മൂക്കയ്ക്ക് ഇങ്ങനെ ലഞ്ച് ഇങ്ങനെ വരും. അപ്പോൾ അതിനകത്ത് എല്ലാം ഹെൽത്തി ടൈപ്പ് ഓഫ് ഫുഡായിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ലഞ്ച് കഴിച്ച സമയത്ത് മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്കയ്ക്ക് മീൻ കറിയാണ് മമ്മൂക്ക കഴിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വറുത്തതും പൊരിച്ചതായിട്ടുള്ള സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ ഹെൽത്ത് ചീത്തയാവും, പിന്നെ കുറേ കൊല്ലങ്ങൾ ഇത് കഴിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ബോഡിയൊക്കെ കൈവിട്ടു പോകും. അതുകൊണ്ട് എപ്പോഴും കഴിക്കുന്ന ഭക്ഷണത്തിനെ പറ്റി കെയർഫുൾ ആയിരിക്കണമെന്ന് അത് പറഞ്ഞിട്ടുണ്ട്. മമ്മൂക്ക എനിക്ക് വന്ന് കൂടുതലും ഫുഡ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ആളാണ്. എപ്പോഴും ഇങ്ങനെ പറഞ്ഞു. ശ്രദ്ധിക്കാതായിട്ട് എന്താ ഉള്ളത്? ഫുഡ് ശ്രദ്ധിക്കും, എക്സസൈസ് നോക്കും, പിന്നെ ട്രെൻഡി ആയിട്ടുള്ള മമ്മൂക്കയുടെ ആ ഒരു
എങ്ങനെ എന്ത് ഔട്ട്ഫിറ്റ് ഇട്ടാലും യങ്സ്റ്റേഴ്സ് വരെ നോക്കി പോകുന്നുണ്ട്. മമ്മൂക്കയുടെ ഈവൻ ഫുട് വെയറും മമ്മൂക്ക യൂസ് ചെയ്യുന്ന ആക്സസറീസും എല്ലാം അപ്ഡേറ്റഡ് ആണ് അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളത് നല്ല രസമല്ലേ. അപ്പം അതിനുവേണ്ടി ഒരുപാട് ഇങ്ങനെ ഇപ്പം മമ്മൂക്കൊക്കെ ആണെങ്കിൽ ചിലർ പറയും ഓ അത്രയും സ്പെൻഡ് ചെയ്യാനൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പം ഞാനും ഇങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഓ മമ്മൂക്കെ പോലൊക്കെ ഡ്രസ്സ് ചെയ്യണത് അത്രയൊന്നും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും ട്രെൻഡി ആയിട്ട് നടക്കുന്ന അല്ലേ. അത് നല്ല നമ്മൾ എത്ര ഏജ് മുമ്പോട്ട് പോയാലും കുറച്ചൊന്ന് ട്രെൻഡി ആയിട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ രസമല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒപ്പം ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ അന്ന് ആ സമയത്ത്? വെരി ഗുഡ്, വെരി നൈസ് ആണ്. ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള, എനിക്കൊന്ന് ഞാനത് കുറേ ഇൻ്റർവ്യൂസിന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് അടിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ മെമ്മറി, മോർ ദാൻ എക്സ്പീരിയൻസ്. ആ ഒരു മെമ്മറി ഈസ് ഓൾവേസ് ഫ്രഷ് ഇൻ മൈ മൈൻഡ്. ഇപ്പോഴും കോണ്ടാക്റ്റ് ഒക്കെ ഉണ്ട്? ഇടയ്ക്ക് മെസ്സേജ് അയക്കും, അങ്ങനെ ഒരുപാട് പോയി മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അത് എനിക്ക് കുറേ ഇടയ്ക്കൊന്ന് കണ്ടായിരുന്നു, അല്ലാതെ പിന്നെ പോയി മീറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ. ഇനി നെക്സ്റ്റ് ആണ്, സിനിമയിൽ നിന്നും ഞാൻ മാറി നിന്നത് ആ കാരണം കൊണ്ടാണ്. എവിടെയും ഞാനത് തുറന്നു പറഞ്ഞിട്ടില്ല. അല്ല, അത് എനിക്കൊരു സപ്പോർട്ട് കിട്ടിയിരുന്നില്ല. അതായത് ഞാനിപ്പം ഈ മൂവി ഇൻഡസ്ട്രി വന്നത് തന്നെ ഞാനൊരു ആങ്കർ ആയിരുന്നു ആദ്യം. അതിനുശേഷം ആങ്കറിങ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ ഒരു ഫാമിലി സപ്പോർട്ട്, സ്പെഷ്യലി എൻ്റെ അമ്മയ്ക്ക് കുറച്ച് പേടിയുള്ള കാര്യമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു എല്ലായിടത്തും പറയുന്നത്. ഇനി അമ്മയെപ്പറ്റി ഞാൻ ഇനി അത് പറയുന്നില്ല, ഇനി അമ്മയ്ക്ക് കണ്ടിട്ട് വിഷമമാണ്ട. അപ്പോൾ ആ ഒരു ഭയം കൊണ്ട്, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ കല്യാണം നടക്കാൻ ലേറ്റ് ആവുമോ, പ്രപ്പോസൽസ് വരാതിരിക്കുമോ, അങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസ് കാരണം പിന്നെ ഒരു സപ്പോർട്ട് സിസ്റ്റം എനിക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും പിന്നീട് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും അത് എൻ്റെ ഒരു സെൽഫ് ഇതുകൊണ്ട് തന്നെ വന്നതാണ്. അല്ലാതെ എന്നെ ആരും അങ്ങനെ, പിന്നെ എനിക്കൊരു മെൻറ്റർ ഉണ്ടായിട്ടില്ല ഈ ഒരു ഇൻഡസ്ട്രിയിൽ, ആരും കൈപിടിച്ച് ഗൈഡ് ചെയ്യാൻ ഒരാളുണ്ടായിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഡെഫിനറ്റ്ലി ആ ഒരു കരിയറിൽ നമുക്ക് നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോ അമ്മ അങ്ങനെ പറയലുണ്ടോ? അതായത് ഇല്ല, അമ്മയ്ക്ക് ഇഷ്ടമാണ്. അമ്മയ്ക്ക് കല ഇഷ്ടമില്ല എന്നല്ല ഞാൻ പറയുന്നത്, അമ്മയ്ക്ക് ഇതൊക്കെ. പക്ഷെ അമ്മയ്ക്ക് ആ ഒരു ഭയം, അതായത് നമ്മൾ ഇൻ യുവർ 20s, ഞാനൊരു 20-21 ആ ഒരു പ്രായത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഫ്യൂച്ചർ എന്നുള്ളൊരു പേടി കൊണ്ട് മാത്രമാണ്. കാരണം അമ്മയ്ക്ക് എന്നെ ഒരു 23 വയസ്സാകുമ്പോൾ എങ്ങനെയും കെട്ടിക്കണം എന്നായിരുന്നു അമ്മയുടെ കാലത്ത്. അങ്ങനെയാണല്ലോ കൂടുതലും. അതെ, ഇത് കാലം എന്ന് പറഞ്ഞാൽ 70കളിലൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് 2000 കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്റെ കല്യാണം കഴിഞ്ഞ 2005-ലാണ്. പിന്നെയും അതായത് ഒരു 25-ന് ശേഷം മാരേജ്, അല്ലെങ്കിൽ മാരേജ് കഴിക്കേണ്ട, അങ്ങനത്തെ. അതല്ല, അതിപ്പോ പിള്ളേരല്ലേ തീരുമാനിക്കുന്നത്, പേരൻസ് അല്ലല്ലോ. പേരൻസിന് അങ്ങനെ ഒരു ഇല്ലെങ്കിലും പിള്ളേരൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നേരത്തെ തന്നെ അവർക്കൊരു പ്ലാൻ ഉണ്ടാവും. പിന്നെ എല്ലാവരും പുറത്തൊക്കെ ഒരുപാട് ദൂരെ പഠിക്കാനൊക്കെ, ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ ചെയ്യാം. അപ്പം ഞാനൊക്കെയാണ് എൻ്റെ ഫുൾ കോളേജ് ലൈഫ് വരെ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല. എൻ്റെ പേരൻസിൻ്റെ കൂടെ തന്നെ നിന്നാണ് ഞാൻ പഠിച്ചത്, വളർന്നതും പഠിച്ചതും ഒക്കെ. ഇപ്പൊ ഏതെങ്കിലും ഇഷ്ടമുള്ള ക്യാരക്ടർ അമ്മോട് ചോദിച്ചാൽ ഏതാ ഇഷ്ടമെന്ന് കൂടുതൽ പറയാം? അമ്മയ്ക്ക് എല്ലാം ഇഷ്ടമാണ്, ഞാൻ ചെയ്യുന്നത് എല്ലാം ഇഷ്ടമാണ്. എൻ്റെ ഒന്നും സീരിയൽസ് ആണെങ്കിലും സിനിമയാണെങ്കിലും ഇന്റർവ്യൂസ് ഒക്കെ അമ്മ പല പ്രാവശ്യം കാണും. അമ്മ അത് അമ്മയുടെ ഫ്രണ്ട്സിനൊക്കെ ഫോർവേഡ് ചെയ്യും. ഇങ്ങനെ പറയോ, നീ ഇങ്ങനെ ഒന്നും സംസാരിക്കല്ലോ കേട്ടോ എന്നെ കുറിച്ചൊക്കെ പറയലുണ്ടോ? ഇല്ലല്ലേ, അങ്ങനെ പറയാറില്ല. കാരണം വെച്ചാൽ അമ്മയ്ക്കും അറിയാം അമ്മ തന്നെയായിരുന്നു. പക്ഷെ അമ്മ ഹാപ്പിയാണ് ഇപ്പം. കാരണം വെച്ചാൽ ഞാൻ രണ്ടും ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട് ഇപ്പം. മാരേജും കഴിഞ്ഞു, ഫാമിലി ലൈഫും ബാലൻസ് ചെയ്ത് പോകുന്നു, കരിയറും. നമുക്ക് അങ്ങനെ ഒരു പീക്കിൽ എത്താൻ പറ്റില്ല. ഇങ്ങനെ നമുക്ക് എവിടെയെങ്കിലും നമ്മൾ ഒന്നെങ്കിലും നമുക്ക് ഫാമിലി ലൈഫ് അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു മിത്താണെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും നമ്മൾ ഒരിടത്ത് ഒന്ന് ചെറുതായിട്ട് താണാലേ മറ്റേതൊന്ന് പൊങ്ങുള്ളൂ. രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഫാമിലി ഫുൾ സപ്പോർട്ടാണ്, ഹസ്ബൻഡ് ആയാലും മക്കളായാലും. പിന്നെ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇങ്ങോട്ട് വരുമ്പം അനിലാണ് പിള്ളേരുടെ കാര്യങ്ങൾ നോക്കുകയും സ്കൂളിൻ്റെ കാര്യങ്ങളും അങ്ങനെ കുറേ ഉണ്ടല്ലോ. പേരൻസ് ടീച്ചേഴ്സ് മീറ്റ് കാണും, പിന്നെ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കൽ, അവരുടെ പാക്ക് ചെയ്ത് വിടല്, ലഞ്ച് ബോക്സ്, ഇതെല്ലാം അമ്മമാർ ചെയ്യുന്ന പണിയും അപ്പന്മാർ ചെയ്യുന്ന പണിയും എല്ലാം പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ്, ദൈവം എനിക്ക് ആവശ്യത്തിലധികം സൗന്ദര്യം വാരിക്കോരി തന്നിട്ടുണ്ട്. കൃഷ്ണ എന്ത് പറയും? അല്ലല്ല, ഇത് സ്റ്റേറ്റ്മെന്റാ, സ്വയം പറയുന്നത് പോലെ പറ. ഞാൻ ഓൾറെഡി വന്നപ്പോ പറഞ്ഞു നല്ല സുന്ദരിയാണെന്ന്, എന്നാലും ഇങ്ങനെ തോന്നുന്നു. ആവശ്യത്തിൽ കൂടുതൽ വാരിക്കോരി എന്നൊന്നുമല്ല, സാമാന്യം എല്ലാരെയും പോലെയുള്ള, അല്ലാതെ വാരിക്കോരി തന്നൊന്നും ഞാൻ പറയില്ല. പിന്നെ നമ്മളെല്ലാം മേക്കപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോവാണല്ലോ. അതെ. ഇനിയിപ്പോ അതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഓക്കെ. ഇനി നെക്സ്റ്റ്, കാഞ്ഞിരപ്പള്ളിയിലെ റബ്ബർ തോട്ടവും വീടും ഇന്ന് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അവിടെ മണിമലയാണ്, കാഞ്ഞിരപ്പള്ളി കോട്ടയം മണിമലയാണ്. അത് അവിടെ ചെന്ന ഒരു ഡിഫറെന്റ് വൈബാണ് ഓൾ ടുഗെദർ. കാരണം ഒരു തറവാട് വീടാണ്, ഞാൻ ഫോട്ടോ കണ്ടിരുന്നു. അതൊരു 6-7 ബെഡ്റൂംസും അങ്ങനെയൊക്കെയുള്ള എല്ലാം തടി വെച്ചുണ്ടാക്കിയ ഓടിട്ട ഒരു നല്ലൊരു വീട്. അപ്പം അവിടെ ചെന്നാൽ തന്നെ അവിടെ ഞങ്ങൾക്ക് TV ഇല്ല, ആ വീട്ടിൽ വൈഫൈ ഇല്ല.
അപ്പോൾ ശരിക്കും ഒരു റിസോർട്ടിൽ പോയ മാതിരിയാണ്. അപ്പോൾ അവിടെ മഴയും ഇങ്ങനെ എപ്പോഴും പെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു മഴക്കാലത്ത് ഫുൾ ടൈം മഴയാണ്. അപ്പം മഴയത്ത് ആ മുറ്റത്ത് കല്ലിലോട്ടൊക്കെ ഈ വെള്ളം വീഴുമ്പോഴുള്ള ശബ്ദവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ. പിന്നെ ഈ റബ്ബർ മരങ്ങളെല്ലാം കൂടെ ഇങ്ങനെ ആടുമ്പോൾ ഉള്ള ഒരു ശബ്ദവും അതൊക്കെ ഒരു ചെറുപ്പത്തിലെ അതൊന്നും പിന്നീട് നമുക്കിപ്പം ഈ നമ്മൾ സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീലൊന്നും കിട്ടത്തില്ല. അവിടെ ഓൾ ടുഗെദർ ഒരു ഡിഫറെൻറ്റ് വൈബാണ്. ചുമ്മാ നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് ജനലിൽ നിന്ന് പുറത്തോട്ട് നോക്കിയിരുന്നാൽ തന്നെയാണല്ലോ കുറേ സമയം അങ്ങനെ പോയി കിട്ടും. അപ്പോൾ വൈഫൈയും ടിവിയും മ്യൂസിക് സിസ്റ്റം ഒന്നും ആവശ്യമില്ല അവിടെ. മിസ് ചെയ്യാറുണ്ടായിരിക്കും അല്ലേ നന്നായിട്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ അബുദാബിയിലായ കാരണം? മിസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് ഫുൾ ടൈം അവിടെ നിന്നാലും എനിക്ക് ബോറടിക്കും. കാരണം നമ്മൾ കുറേ കട്ട് ഓഫ് ആവും. ഇപ്പം എല്ലാം കൂടെ ഉള്ളത് കൊണ്ട് എൻജോയബിൾ ആണ്. അവിടെയും അബുദാബി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചോദിക്കട്ടെ, അപ്പൊ ഇതാണോ, അതായത് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ വീടാണോ അബുദാബിയാണോ കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണെന്ന്? അതെ, രണ്ടും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ കുറെ വർഷമായിട്ട് ഞാൻ അബുദാബിയിലാണ്. അപ്പൊ ആ ഒരു ലൈഫായിട്ട് എനിക്ക് സെറ്റാണ്. എന്നാന്ന് വെച്ചാൽ കുറെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കുറെ കൂടെ സ്ട്രിക്റ്റ് ആണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്കൊക്കെ. എൻ്റെ വെതർ, എൻ്റെ എക്സസൈസും ഡയറ്റും ഒക്കെ ആണെങ്കിലും. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോകും. അമ്മ പറയും നല്ല ഉഗ്രൻ ചക്കയുണ്ട്, മാങ്ങ, അയ്യോ മാങ്ങ സീസണിൽ മാങ്ങ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നാട്ടിലെ സാധനങ്ങളും ഒക്കെ ഒരുപാട് കഴിച്ചിട്ട് അങ്ങനെ കയ്യിൽ നിന്ന് ചിലപ്പോൾ വിട്ടുപോകും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു റുട്ടീൻ അങ്ങ് മിസ് ചെയ്യും. ഇപ്പം തന്നെ കുറച്ച് ദിവസമായി ഞാനിവിടെ നിൽക്കുന്നത്. അപ്പം എനിക്ക് ആ റുട്ടീൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഫാമിലിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് ഇട്ടാൽ ഇട്ടവന്റെ മൂക്കിടിച്ച് പരത്തും? ഇല്ല, മൂക്കിടിച്ച് ഞാൻ പരത്തത്തൊന്നുമില്ല. പിന്നെ ഞാൻ ഇഗ്നോർ ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ ആ കഴിവതും എൻ്റെ ഫാമിലിയുടെ പിക്ചേഴ്സോ ഇപ്പൊ എൻ്റെ സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കിയാൽ കാണാം. പല ആൾക്കാരും ഇങ്ങനെ ചോദിക്കും ഫാമിലിയുടെ പിക്ചർ, ഫാമിലിയുടെ അനിൽ എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡിന്റെ പേര് അനിൽ എന്നാണ്. അനിലിന് കല്യാണം കഴിഞ്ഞപ്പോൾ പോലും ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒറ്റ ഇന്റർവ്യൂസ് പോലും ഇല്ല. കാരണം പല മീഡിയക്കാരും ആ സമയത്ത് അത് പറഞ്ഞു നിങ്ങളുടെ ഇന്റർവ്യൂ വേണമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അയ്യോ എനിക്ക് പുള്ളി ഒരു ഇൻട്രോവേർട്ടാണ് ആളെല്ലാം ഭയങ്കര ഒരു. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാനും ആ ഒരു സോഷ്യൽ ലൈഫൊന്നും അത്ര അങ്ങോട്ട് പുള്ളിക്ക് ഓക്കെയാണ്. പക്ഷെ ഇങ്ങനത്തെ ഇന്റർവ്യൂ, ക്യാമറ കാര്യങ്ങളൊന്നും അത്ര എൻജോയ് ചെയ്യുന്ന ആളല്ല. അപ്പം ഞാൻ സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് ചില ആളുകൾ ഈ മക്കളുടെയൊക്കെ വാവന്മാരുടെയൊക്കെ ഇതിടുമ്പോൾ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്യുന്നത്. അത് ചില സമയത്ത് എനിക്ക് തന്നെ അത് ഹേർട്ട് ആവാറുണ്ടേ. അപ്പം ഞാൻ കഴിവതും എൻ്റെ പിള്ളേരുടെ ഒന്നും ഇടാറില്ല, ഹസ്ബൻഡേ ഇടാറില്ല. അവരുടെ നെഗറ്റീവ് കമൻറ്റ് കാണുന്നത് ഡെഫിനറ്റ്ലി എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമല്ലേ. അതുകൊണ്ട് എന്താണെങ്കിലും കുറേ പോസിറ്റീവ് വരുമ്പോൾ എവിടെയെങ്കിലും ഒരു നെഗറ്റീവ് വരും. അപ്പം നമ്മളെ ചിലപ്പോൾ ഹേർട്ട് ചെയ്യുന്ന ആ ഒരു നെഗറ്റീവ് ആയിരിക്കും. അത്രയും 10 പോസിറ്റീവ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു നെഗറ്റീവ്, പക്ഷെ എന്നാൽ ഇയാൾ ഇങ്ങനെ പറഞ്ഞല്ലോ എന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ കഴിവതും അവരുടെ ഒന്നും ഇടാറില്ല, ഞാൻ കേട്ടാൽ മതിയല്ലോ. ഇപ്പം ഇങ്ങനെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും കമൻറ്റ് വന്നിട്ട് അതിന് റിപ്ലൈ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് എന്നെ ശല്യം ചെയ്യുന്ന സത്യം പറഞ്ഞ നെഗറ്റീവ് കമൻറ്റ്സ് അങ്ങനെ വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഒന്നിനും അങ്ങനെ റിപ്ലൈ ഞാൻ കൊടുക്കാറില്ല. അങ്ങനെ ഒരു വന്നിട്ടില്ല എന്ന്, ആബ്സല്യൂട്ട്ലി വന്നിട്ടില്ല എന്നല്ല, വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ അവരുടെ പേജ് ഞാൻ ചിലപ്പോൾ കയറി നോക്കുമ്പില്ലേ, നമുക്ക് ഏകദേശം അറിയാം അവർക്ക് എത്ര ഫോളോവേഴ്സ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വരുമ്പോഴേ അവർക്ക്, അപ്പം നമുക്ക് ഏകദേശം അവരുടെ ഇതൊക്കെ കാണുമ്പോൾ അറിയാം. കൂടുതലും കമന്റ്സ് വരുന്നത് നെഗറ്റീവ്, അതായത് നമ്മള് പേര് ചിലപ്പോൾ ഒറിജിനൽ ആയിരിക്കില്ല, ഫേക്ക് ഐ ഡി എന്നൊക്കെ ആയിരിക്കും മിക്കവാറും ഇടുന്നത്. പിന്നെ ഒരു ക്ലാസ് ഉള്ളവരൊന്നും ഒരിക്കലും അങ്ങനെ വന്ന് സംസാരിക്കില്ല. അപ്പോൾ ഇപ്പം നമുക്കൊരാളെ ഒരു സംഗതി കണ്ടു, നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിലത് വെച്ചാൽ മതി. അത് പുറത്ത് പറയണ്ട. അത് പുറത്ത് പറയുന്നത് അവരെ ഹേർട്ട് ചെയ്യാനായിട്ട് വേണ്ടി തന്നെയാണ്. അത് ക്ലാസ് ഇല്ലാത്തവരെ അങ്ങനെ ചെയ്യുള്ളൂ. അത് അവരുടെ ഇത് കാണിക്കുന്നതാണ്, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും? എനിക്ക് തോന്നുന്നു മീഡിയ, ഞാൻ ആങ്കറായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇപ്പോഴും ഭയങ്കര വ്യത്യാസമാണ്. അന്നൊക്കെ ആൾക്കാർ കുറച്ചും കൂടെ സെൻസിബിൾ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ കുറേ കൂടെ ഹേർട്ട്ഫുൾ ആയിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ, പിന്നെ മാത്രമല്ല ചില കാര്യങ്ങളൊക്കെ പോയി നന്നായിട്ട് കാണുമ്പോൾ അതിൻ്റെ റീച്ചൊക്കെ ഭയങ്കര ഹൈ ആയിരിക്കും, പക്ഷെ വരുന്ന നെഗറ്റീവ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ? രണ്ടും രണ്ട് രീതിയിൽ. അങ്ങനെയാണ് അതിൻ്റെ റീച്ച് പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ചില ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് കമൻസ് വരുമ്പോഴും നെഗറ്റീവ് ഇസ് ഓൾസോ എ ഗുഡ് പബ്ലിസിറ്റി എന്നും പറഞ്ഞുകൊണ്ട് പോകുന്നത്. പക്ഷെ എനിക്ക് ആ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഇസ് എ ഗുഡ് പബ്ലിസിറ്റി എന്നുള്ളൊരു തോട്ട് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഓക്കെ, നെക്സ്റ്റ്, അവതാരികയായിരുന്നപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം ഇന്നും ആർക്കും അറിയില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
ഇല്ല, അവതാരിക ഞാൻ ലൈവ് പ്രോഗ്രാം ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഇപ്പൊ കൃഷ്ണേന്ദു ഒക്കെ ചെയ്യുന്ന എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ ഇവിടെ എല്ലാവരും കട്ട് ചെയ്ത് കളയണേന്ന് പറഞ്ഞ ഉടനെ അവർ ചെയ്യും. ഞാൻ ലൈവാ ചെയ്തോണ്ടിരുന്നത്. അബദ്ധം പറ്റിയതാ. നമ്മൾ വർത്താനം പറയുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഇപ്പൊ പേരൊക്കെ സംസാരിക്കുമ്പോൾ പേരൊക്കെ മാറും. നമ്മൾ ചിലപ്പോൾ ഒന്ന് റിലേ കട്ടാവുമല്ലോ, നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിരുന്നാലും ചിലപ്പോൾ നമ്മുടെ റിലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കട്ടായി പോകും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് വരുന്ന അബദ്ധങ്ങളൊക്കെ. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ ലൈവ് ആയതുകൊണ്ട് അത്ര റെക്കോർഡഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും കയ്യിലില്ല. ഇപ്പം ഇതൊക്കെയാണ് ഇപ്പൊ റെക്കോർഡ് ചെയ്തത്. ആ ഒരു ടൈം ആയതുകൊണ്ടാണ്. ആ സമയത്തുള്ളതും റെക്കോർഡഡ് പ്രോഗ്രാംസ് ഒക്കെ കാണുമല്ലോ. പക്ഷെ ലൈവ് ആയതുകൊണ്ട് പ്രോബബ്ലി അവരതൊന്നും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഒരു പ്രോഗ്രാം പോലും എന്റെ ഇതിനകത്ത് കാണാത്തത്. ഇല്ലല്ലേ, ഒരു ചെറുതായിട്ടൊരു കയ്യബദ്ധം പോലും പറ്റിയിട്ടില്ല? പറ്റിയിട്ടുണ്ട്. ഏതെങ്കിലും ഒന്ന് എന്റെ പ്രോഗ്രാം ലൈവ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചില സമയത്ത് ഇങ്ങനെ കൺസോളിലിരുന്നവർ ഇത് തുടങ്ങാൻ പോട്ടോ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറയാനായിട്ട് പോകുമ്പോൾ പറയും ഇല്ല ഒരു 2 മിനിറ്റ് കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുമ്മാ കളിയാക്കുമായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഞാൻ എൻ്റെ വാച്ച് നോക്കിയപ്പം തുടങ്ങാനായിട്ട് ഒരു 5 മിനിറ്റ്സ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ വാച്ചിന് പറ്റിയൊരു ഇതായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞു തുടങ്ങാറായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ എന്നെ കളിപ്പിക്കാൻ പറയല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആക്ച്വലി ഓൺ എയർ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ അമ്മ പറയും ഇവക്ക് എന്ത് പറ്റി, ഇവൾ അവിടെ ഇരുന്നുകൊണ്ട് എന്താ ഈ കാണിക്കുന്നത്. കാരണം ഞാൻ ഓർത്തു. പിന്നെ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു ഇതേ തുടങ്ങുക, ആക്ച്വലി ഇതായി എന്ന് പറഞ്ഞു, ആ ടൈം ആയി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ട്രാക്കിലായി അങ്ങനെ തുടങ്ങി. പക്ഷെ എന്നോട് അന്ന് ചാനൽ എക്സ്പ്ലനേഷൻ ഒക്കെ ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറ്റിയെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ കെയർഫുൾ ആയിരുന്നു, പിന്നെ അവരും കെയർഫുൾ ആയിരുന്നു. ഇല്ല, ആക്ച്വലി ടെൻഷൻ അങ്ങനെ ആയില്ല. പെട്ടെന്ന് നമ്മൾ ആ ഒരു ഇതിലേക്ക് വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിച്ചാൽ പിന്നെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ്ലി പോവും. പക്ഷെ എനിക്കൊന്ന് ഇപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതൽ ടെൻഷൻ. പണ്ടല്ല അല്ല, ഇപ്പൊ കൂടുതൽ ജസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ സംസാരിച്ചാൽ പോരെ. ഇപ്പം ഇങ്ങനെയല്ലേ, ഇപ്പൊ എനിക്ക് ടെൻഷൻ ഒന്നുമില്ല. ഇപ്പൊ കറന്റ്ലി ഉണ്ടായിരുന്നല്ലോ ആസിഫ് അലിയുടെ ഇഷ്യൂ ഉണ്ടായില്ലേ, അതിൽ നമ്മളൊരു പേര് അനൗൺസ് ചെയ്തത് മാറിപ്പോയതുകൊണ്ട് ഉണ്ടായ ഇഷ്യൂ. അങ്ങനെയൊക്കെ ചിലപ്പം നമ്മൾ ഇപ്പം ഒരു വലിയ പ്രോഗ്രാമിനൊക്കെ നിൽക്കുമ്പോൾ ആങ്കേഴ്സിന് പെർഫെക്റ്റ് ആയിട്ട് അത് പറയുന്നതും കാരണം വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ അബദ്ധങ്ങളൊക്കെ പറ്റും. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇത് അനൗൺസ് ചെയ്യണം, ഇത് കഴിഞ്ഞിട്ട് ഇത് അനൗൺസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഇവരെ വിളിക്കും, ഇങ്ങനെ പറയുമ്പോൾ കുറേ സാധനം നമ്മുടെ ആങ്കറിൻ്റെ തലയിൽ കൂടെ ഓടുകയാണ് ആ സമയത്ത്. അപ്പോൾ അവർക്ക് അറിയത്തില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അങ്ങനെ ഒരു അബദ്ധത്തിൽ മാറിപ്പോയതാണ്. പക്ഷെ അത് ഇഗ്നോർ ചെയ്യാം. പിന്നെ ആ ഒരു ഇഷ്യൂ ഇപ്പൊ കഴിഞ്ഞു, സോർട്ട് ചെയ്ത് ഇനി നമ്മളെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കാനാണ് എനിക്കിഷ്ടം. അതെ, ഗോ വിത്ത് ദ ഫ്ലോ. ഐ ഓൾവേസ് ഗോ വിത്ത് ദ ഫ്ലോ. ഞാൻ ഇപ്പൊ ചിലർ ചോദിക്കും ഇവിടുന്ന് ഒരു 3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ എന്താകാൻ, അപ്പൊ പറയും 3 കൊല്ലം കഴിയുമ്പോൾ ഞാനൊരു ഇത്രയും സിനിമകൾ ചെയ്തിരിക്കും, ഞാൻ ഇന്ന ട്രാവൽ ചെയ്തിരിക്കും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ അടുത്ത ആഴ്ചത്തെ കാര്യം ചോദിച്ചാൽ പോലും എനിക്കറിയില്ല. ഞാൻ അങ്ങനെയാണ്. ഐ ഓൾവേസ് ഗോ വിത്ത് ദ ഫ്ലോ. കാരണം വെച്ചാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്താൽ അത് നടക്കാതെ വരുമ്പോൾ യു ഫീൽ അപ്സെറ്റ്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതുപോലെ നടന്നില്ലെങ്കിൽ ഐ ഫീൽ അപ്സെറ്റ്. എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നില്ല, പിന്നെ ഐ എം സ്ട്രെസ്ഡ്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ ഈവൻ എൻ്റെ പ്രോജക്ട്സ് ആണെങ്കിലും അങ്ങനെ തന്നെ. ഇത് ഞാൻ ഓടി നടന്ന് ആൾക്കാരോട് പറഞ്ഞ് എനിക്കിത് ചെയ്യണം, എനിക്കൊരു ചാൻസ്, അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല. അതെല്ലാം ഞാനിങ്ങനെ ആസ് ഇയേഴ്സ് ആർ പാസിങ് ആൾക്കാർ വിളിക്കുക. പിന്നെ ഓരോ പ്രോജക്ട്സ് വരുന്നത് പോലും ഞാനിങ്ങനെ ചോദിച്ചിട്ട് അങ്ങനെ കിട്ടുന്ന പ്രോജക്ട്സ് അല്ല, ഇതെല്ലാം വന്നു ചേരുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ട് അത് കിട്ടാതെ വരുമോ എന്നൊക്കെയുള്ളൊരു കാരണം ഐ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. അപ്പോൾ ആരോടും അങ്ങനെ ചാൻസോ അങ്ങനെ ഒന്നും ചോദിച്ചിട്ടില്ല അല്ലേ? ചോദിച്ചിട്ടില്ല. ഇതിപ്പോ പലരും പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത്, ഇത് ഹാവ് ടു ബി ചോദിക്കണം. പക്ഷെ അതെനിക്ക് നാച്ചുറലി വരുന്നൊരു കാര്യമല്ല കൃഷ്ണേന്ദു, അതുകൊണ്ടാണ്. അല്ല, പിന്നെ എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഓക്കെ എനിക്ക് ഇങ്ങനെ ചാൻസ് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഒരുപാട് ഓഫേഴ്സ് വരുമായിരുന്നു? അങ്ങനെ ഇല്ല, അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. എനിക്കിപ്പോഴും അങ്ങനെ തോന്നുന്നില്ല. കാരണം എനിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്, എനിക്ക് വരും. ചിലപ്പോൾ അത് തെറ്റായിരിക്കും കേട്ടോ, ഞാൻ ഈ ചിന്തിക്കുന്നത് തെറ്റായിരിക്കും. ഞാൻ ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കങ്ങനെ വിശ്വസിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്കിങ്ങനെ ഒരുപാട് ചിലപ്പോൾ ചില ആൾക്കാരോട് നമ്മൾ ചാൻസ് ചോദിച്ചു, അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മളോട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ആയിരിക്കും. അപ്പോൾ അവർക്കത് റിജക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ അല്ലായിരിക്കും അവരുടെ മനസ്സിൽ. അപ്പം അങ്ങനെയുള്ളവരുടെ അടുത്ത് ചെന്ന് അവരെ ഒരു സ്പോട്ടിലാക്കുക, അവരെ ഒരു സിറ്റുവേഷനിലാക്കുക എന്ന് പറയുന്നതും എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ്. ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഇങ്ങനെ ഓഫേഴ്സ് വന്നിരുന്നു, അതായത് ആഫ്റ്റർ മാരേജ് ആ ടൈമിൽ വന്നിരുന്നു ആ സമയത്ത്. പക്ഷെ അപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് പോയി. പിന്നെ എൻ്റെ ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോൾ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ 2 പ്രാവശ്യം അനിലിനെ കണ്ടിട്ടുള്ളൂ.
ഒന്നത് പെണ്ണ് കാണാനായിരുന്നു. 2 പ്രാവശ്യം. അതെ, രണ്ടേ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരിക്കും. അതെ. അപ്പൊ അനിൽ ഡൽഹിയിലായിരുന്നു, ഞാൻ നാട്ടിലായിരുന്നു. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ചാനലിന്റെ പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. അപ്പം അനിലിനെ പിന്നെ അതുപോലെ വാട്സാപ്പില്ല ആ സമയത്ത്. അപ്പൊ ഫോൺ ചെയ്യുന്നതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, കിട്ടുന്ന ശമ്പളം മുഴുവൻ അതിനായിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഇതപ്പം ഒരാളെ മനസ്സിലാക്കണം. പിന്നെ ഇൻലോസ് ഉണ്ടായിരുന്നു കൂടെ, അപ്പൊ അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഒരു 23 years ഉള്ള ഒരാൾ കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ അറിയാലോ, ആ വീടുമായിട്ട് അഡ്ജസ്റ്റഡ് ആണ്. അപ്പം അങ്ങനെയുള്ള കുറേ കല്യാണം ഒരു പെട്ടെന്നൊരു ട്രാൻസ്ഫോർമേഷൻ ഉള്ള. മറ്റേതിനൊക്കെ നമുക്കൊരു സമയമുണ്ട്. ഇതാണ് ടക്കെന്നും പറഞ്ഞ് നമ്മളൊരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. അപ്പം അതിനൊക്കെ എനിക്ക് ഐ നീഡഡ് ടൈം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അബുദാബിയിലേക്ക് മൂവ് ചെയ്തു, മക്കളായി, അങ്ങനെ പോയി. ശരിക്കും 23 എന്ന് പറയുന്നത് ഒരു ചെറിയ ഏജാ അല്ലേ? 23.5 ഉണ്ടായിരുന്നു. എന്നാലും അത് അത്ര വലിയ സംഭവമൊന്നുമല്ലല്ലോ. അപ്പൊ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത? ഡൽഹിയിലായിരുന്നില്ലേ ഫസ്റ്റ് പോയത്? അത് എന്റെ അമ്മ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. അതായത് പഠിപ്പിച്ചു തന്നിരുന്നു. അതായത് അമ്മ പറയുന്നത് നീ കുക്കിംഗ് അറിഞ്ഞിരിക്കണം. അതായത് അതൊരു ബേസിക് സർവൈവൽ സ്കില്ലാണത്. അതുകൊണ്ട് ഈ സാറ്റർഡേ സൺഡേ ഒക്കെ നമുക്ക് അവധിയൊക്കെ ഉള്ള സമയത്ത് ഞാൻ കിടന്നുറങ്ങുമ്പോൾ വന്നേ കിച്ചണിലോട്ട് കയറിക്കുന്നൊക്കെ പറയും. അപ്പോൾ കോളേജ് പഠിക്കുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവള് ഒരു മോളാണ്. അപ്പം ഞാനും ഒരു മോളാണ്, 2 ബ്രദേഴ്സാണ് ഞാനും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറയായിരുന്നു, നീ അപ്പോൾ ഒരു ദിവസം എൻ്റെ കൈ മുറിഞ്ഞു. അടുക്കളയിൽ കയറിയിട്ട് കൈ മുറിഞ്ഞപ്പോൾ ബാൻഡേഡ് ഇട്ടിരിക്കുക. അപ്പോൾ പുള്ളിക്കാരത്തി ചോദിച്ചു, എന്താണ് കൈക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ഇങ്ങനെ അരിഞ്ഞപ്പം മുറിഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ എൻ്റെ അപ്പ പറയും അടുക്കളയിൽ കയറരുത്, കൈയൊക്കെ മുറിയും, ഏതായാലും ഇനിയും ഫ്യൂച്ചറിൽ കയറാനുള്ളതല്ലേ, അപ്പോൾ ഇപ്പോൾ കയറേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമില്ല, പിന്നീട് അറിഞ്ഞാലും മതി. വിച്ച് ഇസ് ആക്ച്വലി റൈറ്റ് ഓൾസോ. കാരണം ഇപ്പോൾ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ എന്താണെങ്കിലും നമ്മൾ പഠിച്ചെടുക്കുക, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ കേട്ടോ. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ കൈ മുറിയുന്നു, എൻ്റെ അപ്പം പറഞ്ഞു. സാരമില്ല, അവളുടെ കൈ മുറിയണ്ട, നിന്റെ കൈ മുറിഞ്ഞോട്ടെ, മുറിഞ്ഞു പഠിച്ചാൽ മതി, ഇപ്പം മുറിഞ്ഞാൽ പിന്നീട് മുറിയാതെ നീ നോക്കിക്കോളും എന്നാണ്. ഞാൻ അവിടുത്തെ ദൈവമേ ഇത് എന്തൊരു. പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എനിക്ക് ഏകദേശം കുക്ക് ചെയ്യാനൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ കുക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ ഒരു ടൈം പീരീഡിൽ ഇപ്പം നമ്മുടെ പേരൻസ് ഒക്കെ പറയും ആഫ്റ്റർ മാരേജ് പോകുമ്പോൾ കുക്കിംഗ് പഠിക്കണം, അതുപോലെ ക്ലീൻ ചെയ്യാൻ അറിയണം, സ്വന്തമായി എല്ലാം ചെയ്യാൻ അറിയണം എന്ന്. ശരിക്കും അങ്ങനെ ഒരു സംഭവം അത് എല്ലാവരും അറിഞ്ഞിരിക്കണം, പെണ്ണുങ്ങൾ മാത്രമല്ല, അത് ആണുങ്ങളും അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ ഉള്ള പിള്ളേരൊക്കെ ഒരു വീട്ടിൽ നിന്നൊക്കെ മാറി നിന്ന്, മറ്റേത് എല്ലാവരും വീട്ടിൽ കൊണ്ട് ആൺപിള്ളേരാണെങ്കിലും, ഇപ്പം ആൺപിള്ളേരാണെങ്കിലും ഒരു മേ ബി +2 കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ പുറത്ത് പോകുന്നവരാണ്. അപ്പോൾ എല്ലാവരും അറിയുന്നത് പെണ്ണുങ്ങളുടെ മാത്രം കാര്യമായിട്ട് ഞാൻ പറയില്ല. ഇപ്പം എനിക്ക് 2 ആൺപിള്ളേരാണ്, അവരോട് ഞാൻ പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഗസ്റ്റ് വരുമ്പം അറ്റ്ലീസ്റ്റ് ചെറിയ കാര്യങ്ങൾ, പ്ലേറ്റ്സ് വെക്കുക തൊട്ട് ടേബിൾ ക്ലീൻ ചെയ്യുക, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ തൊട്ട് എന്തെങ്കിലും ബേസിക് ചായ ഉണ്ടാക്കും, ഓംലെറ്റ് ഉണ്ടാക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്കിലും എല്ലാവരും അറിഞ്ഞിരിക്കണം. കാരണം ഇപ്പോൾ പെൺപിള്ളേരും ആൺപിള്ളേരും എല്ലാവരും വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഓക്കെ, ദേ ക്യാൻ കുക്ക് ആൻഡ് ഡു ഓൾ ദീസ് തിങ്സ്. അതൊരു ബാലൻസ് ആണ്. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു, വൈഫ് വീട്ടിലിരിക്കുകയാണെങ്കിൽ ഷീ ക്യാൻ കുക്ക്. അപ്പോൾ അതൊരു ബാലൻസിൽ അങ്ങ് പോകും. അതേസമയം 2 പേരും വർക്ക് ചെയ്യുകയാണെങ്കിൽ 2 പേരും അത് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഒരാൾ മാത്രം കുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഇനി നെക്സ്റ്റ് ആണ്, അതായത് ഞാൻ ധരിക്കുന്ന വസ്ത്രങ്ങൾ എൻ്റെ മാത്രം പേഴ്സണൽ ചോയ്സ് ആണ്, മറ്റുള്ളവർക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. എൻ്റെ പേഴ്സണൽ ചോയ്സ് ആണ്. വേഷമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അവരവരുടെ ബോഡിയെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പം അവർക്ക് കുറച്ചൊരു എക്സ്പോസ് ചെയ്യുന്ന ടൈപ്പിൽ ഡ്രസ്സ് ചെയ്യണം, അത് അവർ ചെയ്തോട്ടെ. അതിപ്പോൾ നമ്മൾ കമൻറ്റ് ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതായത് സ്ലീവ്ലെസ് ഇടുമ്പം ഒരു കാലത്ത്, ഇപ്പം പിന്നെ സ്ലീവ്ലെസ് എല്ലാവരും ഇടുന്നുണ്ട്. സ്ലീവ് ഇത്രയും വരെ ആണെങ്കിൽ അതിന് കുഴപ്പമില്ല. പക്ഷെ ഒരു ഇഞ്ച് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അയ്യോ സ്ലീവ്ലെസ് ആ ഒരു. അപ്പോൾ ഇപ്പോൾ കാലമൊക്കെ മാറി, എല്ലാവരും ഇഷ്ടമുള്ള രീതിയിലുള്ള വേഷങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വേഷം എന്താണ് ഇടുന്നത് അതിനെപ്പറ്റി ഒന്നും ബോഡി ഷേമിങ് ഒന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. എപ്പോഴേലും ചിന്തിച്ചിരുന്നു, അതായത് ഞാൻ ഇനി അഭിനയിക്കുന്നൊന്നുമില്ല? ഇല്ല, ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇല്ല. ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതിന് സമയം ഫാമിലിക്ക് കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയോണ്ട് മാത്രമാണ്. പക്ഷെ ഒരിക്കലും ഞാൻ അങ്ങനെ വിചാരിച്ചില്ല. പിന്നെ നമ്മൾ കുറേ നാൾ മാറി നിന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് ആൾക്കാരുമായിട്ടൊരു കണക്റ്റ് ഇല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ല, കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു മീഡിയം ഇല്ല നമുക്ക്. സോഷ്യൽ മീഡിയ ഒന്നും ആക്റ്റീവ് അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൾക്കാർ പതുക്കെ, നമ്മൾ ചെയ്തില്ലെങ്കിൽ ആൾക്കാർ പതുക്കെ നമ്മളെ മറന്നുകൊണ്ടിരിക്കും. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ളവരാണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും ആളുകളാണെങ്കിലും നമ്മളെ മറക്കും. അങ്ങനെ മറക്കുമ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞുകൊണ്ട് വരും. അല്ല, ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ നമ്മൾ എല്ലാം ഇങ്ങനെ റിജക്ട് ചെയ്യുമ്പോൾ തിരിച്ചു വന്നപ്പോഴും ഇപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ്. നമുക്ക് അന്ന് പട്ടാളമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് ഇഷ്ടംപോലെ മൂവീസ് ഫ്രം തമിഴ് മലയാളമൊക്കെ വന്നു. അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇപ്പം വരില്ല. ബിക്കോസ് എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ആക്ടേഴ്സ് ഉണ്ട്. അങ്ങനെ
അത് പിന്നെ ഓരോരുത്തരുടെ ലക്ക് ഫാക്ടറും ഉണ്ടല്ലോ അല്ലേ ഇതിനകത്ത്. അതെ. ഇപ്പൊ തലവനിലാണല്ലോ ലാസ്റ്റ് അഭിനയിച്ചത്, ഇപ്പൊ ലാസ്റ്റ് മൂവി എന്ന് പറയാൻ. അപ്പോൾ തലവനിൽ അഭിനയിച്ചപ്പോ എന്തെങ്കിലും ചേഞ്ച് തോന്നിയോ? അതായത് ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോ അന്ന് അഭിനയിച്ചതും ഇന്ന് അഭിനയിച്ചതും തമ്മിൽ എന്തെങ്കിലും? ഇല്ല, അതിന് മുമ്പ് ഞാൻ ഫിലിംസ് 1-2 ചെയ്തല്ലോ. പിന്നെ മാത്രമല്ല ഈ സീരിയൽസും ഇതൊക്കെ ചെയ്തല്ലോ. അപ്പം ഡെഫിനറ്റ്ലി ചേഞ്ചസ് ഉണ്ട്. കുറച്ചും കൂടെ ഒരു അന്നത്തെക്കാളും കുറച്ചും കൂടെ എനിക്കൊന്ന് ക്രൂവും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയ പോലെ എനിക്കൊരു ഫീലുണ്ട്. പിന്നെ ഈ പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഇന്ന് ഇഷ്ടം പോലെ പ്രൊമോഷൻ പല ഇതിൽ എൻജോയ് ചെയ്യുന്നുണ്ടോ പ്രൊമോഷനൊക്കെ? പിന്നെ ഡെഫിനറ്റ്ലി. പിന്നെ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരവസരവും ഞാൻ മുടക്കാറില്ല. ജ്യോതിർമയുമായി പ്രശ്നത്തിലാണെന്നാണ് ഭൂരിഭാഗം കരുതിയിരിക്കുന്നത്. ആരാ കരുതിയിരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ട്. അല്ല, ഇതിപ്പോ വെറുതെ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതോ അല്ലാതെ വേറെ ആരും ഇങ്ങനെ വിചാരിച്ചില്ല. ജ്യോതിർമയായിട്ട് എന്തോ അല്ല, ഞാൻ ചെയ്യുന്നത് പട്ടാളം സിനിമയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ ഇനി പോസ്റ്റോ കമന്റ്, അതായത് സ്റ്റോറീസ് ഒന്നും ഇടാത്തോണ്ടാണോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ എന്ന് പറയാം. ജ്യോതിയായിട്ട് ഒരു പ്രശ്നവും കോണ്ടാക്ട് ഉണ്ട്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് പൊക്കിക്കൊണ്ട് പോകും. ഞാൻ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുന്നില്ല. ജ്യോതിയായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ജ്യോതിയായിട്ട് കോണ്ടാക്ട് ഇല്ല. എനിക്ക് തോന്നുന്നു അത് ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇൻസ്റ്റഗ്രാമോ അങ്ങനെ ഒന്നുമില്ല. ഫോണാണെങ്കിലും വളരെ എക്സ്പെൻസീവ് ആണ് ആ സമയത്ത് നമുക്ക് ഫോൺ ചെയ്യണം. അപ്പം അങ്ങനെ എവിടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ കട്ടായിപ്പോയി. അതിന് ശേഷം പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെന്നുള്ളൂ. അല്ലാതെ ജ്യോതി ഈസ് സച്ച് എ സ്വീറ്റ് ഹാർട്ട്. ഷീ ഈസ് ക്ലോസ് ടു മൈ ഹാർട്ട്. ഷീ ഈസ് എ ഗുഡ് ഫ്രണ്ട് ഓൾവേസ്. അപ്പൊ കോണ്ടാക്ട് ഇല്ല എന്നുള്ളതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ ചോദിച്ചതേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഇപ്പൊ ഈ പട്ടാളം ടീമിൽ ഇപ്പൊ തലവനിൽ ഇപ്പോ അഭിനയിച്ചപ്പോ ബിജു ചേട്ടനുണ്ടായിരുന്നു. അപ്പോ പട്ടാളം ടീമുമായിട്ട് ഇപ്പോഴും ലാലുവേട്ടനൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോഴും ഇപ്രാവശ്യം വന്നപ്പോഴും സംസാരിച്ചിരുന്നു. ലാലുവേട്ടനായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അങ്ങനെ പട്ടാളം പാർട്ട് 2 വരുമോ? എനിക്ക് തോന്നുന്നില്ല, തോന്നുന്നില്ല. വന്നാൽ ഉണ്ടായിരിക്കോ? അതും എനിക്കറിയില്ല. വന്നാൽ വളരെ നല്ലത്. അതിൽ ഞാൻ ഉണ്ടെങ്കിൽ അതിലേറെ നല്ലത്. പക്ഷെ ഇത് രണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. തോന്നുന്നില്ല. അല്ല, ഇപ്പൊ ഒരുവിധ മൂവീസിന്റെ ഒക്കെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. പക്ഷെ അതില് സെക്കൻഡ് പാർട്ട് വരുമ്പോ മേ ബി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അഭിനയിച്ച ആൾക്കാരായിരിക്കില്ല സെക്കൻഡിൽ വരുമ്പോ ഉണ്ടാവുക. അത് ഏത് മൂവിയാ ഫസ്റ്റ് പാർട്ട് അഭിനയിച്ചത്? ഇപ്പൊ ഇപ്പൊ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടൊരു മൂവി നമ്മുടെ അനൂപ് മേനോന്റെ വരുന്നുണ്ട്. പക്ഷെ അതില് ജയസൂര്യ ആയിരുന്നു. പക്ഷെ സെക്കൻഡ് പാർട്ട് വരുമ്പോ അല്ല, വേറെ ആളാ വരുന്നത്. അങ്ങനെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പൊ എന്നോട് കൃഷ്ണൻ എന്ന് പറയാൻ ശ്രമിക്കുന്നത് പട്ടാളം സെക്കൻഡ് വന്നാലും ചിലപ്പോ കാണാൻ സാധ്യതയില്ലെന്നാണ്. എല്ലാവർക്കും പട്ടാളത്തിൽ ശരിക്കും വിമലയായിട്ട് ചേച്ചി തന്നെ വരണമെന്ന ആഗ്രഹം. നല്ല കാര്യം. ശരിക്കും ഇപ്പോഴും പഴയ ആൾക്കാരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഞാൻ പൊതുവേ കോണ്ടാക്ട് വളരെ കുറവ് വയ്ക്കുന്ന ആളാണ്. എന്നുവെച്ചാൽ ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ടല്ലോ, അവരെ എനിക്ക് സ്ഥിരം വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഫ്രണ്ട്സ് ആണെങ്കിലും വളരെ കുറവേ ഉള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു റീസൺ കൊണ്ട് തന്നെ ആയിരിക്കാം. ഞാൻ കൂടുതൽ എന്നെ ഇങ്ങോട്ട് നമ്മളിപ്പോൾ ഒരു 3-4 പ്രാവശ്യം വിളിച്ചിട്ട് നമ്മളെ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ വീണ്ടും ഞാൻ അവരെ വിളിച്ച് ശല്യം ചെയ്യത്തില്ല. അപ്പോൾ അങ്ങോട്ടൊരു ഇറ്റ്സ് എ മ്യൂച്വൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നൊരു മ്യൂച്വൽ സംഗതിയാണല്ലോ. അപ്പം ഞാൻ ഒരാളെ പറ്റി അന്വേഷിക്കുമ്പോൾ എപ്പോഴെങ്കിലും തിരിച്ച് എന്നെയും കൂടെ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിനൊരു ഡെപ്ത് കൂടുക. അല്ലാതെ ഒരാൾ തന്നെ ഒരു വൺ സൈഡഡ് ആകുമ്പോൾ അതൊരു കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ബോറടിക്കും. അപ്പോൾ അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ഉള്ള ഒരു കമ്മ്യൂണിക്കേഷനും സ്നേഹാന്വേഷണവും കുശലാന്വേഷണവും ഒക്കെ ഉള്ളവർ ദേ ആർ സ്റ്റിൽ വിത്ത് മീ. ഇപ്പം എനിക്കിപ്പോൾ ഒരാളുമായിട്ട് പെട്ടെന്ന് നമ്മൾ ഒരാളെ മീറ്റ് ചെയ്തു, നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ അവരുമായിട്ട് ഒരു കണക്ട് പെട്ടെന്ന് വരും. ഇപ്പോൾ ഒരു ഗ്രൂപ്പിൽ തന്നെയാണെങ്കിലും കുറേ പേരുണ്ടെങ്കിലും ചിലവരോട് മാത്രമായിരിക്കും നമുക്കൊരു കണക്റ്റ് ഉണ്ടാവുക. അപ്പം അങ്ങനെ കണക്റ്റ് ഉള്ളവരെയൊക്കെ ഞാൻ എപ്പോഴും കൂട്ടാറാണ് പതിവ്. പിന്നെ കുറേ കഴിയുമ്പോൾ അത് നമുക്കറിയാമല്ലോ ഏകദേശം എങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ തമ്മിൽ. വെദർ നമുക്ക് ചിലപ്പോൾ ഒരാളോട് വളരെ നമ്മളുടെ ക്ലോസ് ആണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷേ അവൾക്കോ അവനോ നമ്മളോട് ചിലപ്പം അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകണം എന്നില്ല. നമ്മൾ കരുതും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണോ, നമുക്ക് സോ ക്ലോസ് ടു ദാറ്റ് പേഴ്സൺ, പക്ഷെ ആ പേഴ്സണ് നമ്മൾ ക്ലോസ് ആവണം എന്നില്ല. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതങ്ങ് ഫെയ്ഡായി പോവാണ്. പക്ഷെ മ്യൂച്വലി വരുന്നത് റിലേഷൻഷിപ്സ് ആർ സോ ബ്യൂട്ടിഫുൾ. ഇനിയിപ്പോൾ ആങ്കറിംഗ് ലൈഫിലേക്ക് തിരിച്ചു പോകാൻ വല്ല താല്പര്യമുണ്ടോ? ഇപ്പൊ പെട്ടെന്ന് വിളിക്കുകയാണ്, ഓപ്പർച്യൂണിറ്റീസ് വരുവാണ്, ഡെഫിനറ്റ്ലി ഞാനത് ഗ്രാബ് ചെയ്യും. തീർച്ചയായിട്ടും. മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പോഴത്തെ ആങ്കറിംഗ് ഒക്കെ? എനിക്കിഷ്ടമാണ് ഇപ്പോഴത്തെ കുറച്ചും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടും. അതായത് ഇപ്പം ഒരാളെ നമുക്ക് ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകണമെങ്കിലും ക്വസ്റ്റ്യൻസ് ആർ പ്രിപ്പയർഡ്. പിന്നെ നമ്മുടെ കോസ്റ്റ്യൂംസ് ആർ ഡിസൈൻഡ് ബൈ സംബഡി എൽസ്. നമ്മുടെ മേക്കപ്പ് ഇസ് ഡൺ ബ്യൂട്ടിഫുള്ളി. ഹെയർ ചെയ്യാൻ ഒരാൾ. അപ്പം നമ്മളെ ഒരു പ്രോപ്പർ ഒരു പ്രൊഫഷണൽ സ്റ്റൈലിലാണ് പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെ ഒരു ആങ്കറിനെ.
എല്ലാം വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ്. അന്നൊന്നും അങ്ങനെയൊന്നും അല്ല. ഹെയർ സ്റ്റൈലിലൊന്നും ആളേ ഇല്ല. യു ഡു യുവർ ഹെയർ സ്റ്റൈൽ. പിന്നെ കോസ്റ്റ്യൂംസ് ആണെങ്കിൽ നമ്മൾ തന്നെ പോയി സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിന് ചേരുന്ന ഔട്ട്ഫിറ്റ് തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുമായിട്ട് ക്ലാഷ് ആകാത്ത ടൈപ്പ്, അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ഇപ്പം ആലോചിക്കുമല്ലോ. അന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. കയ്യിൽ കിട്ടുന്ന ഏതാണെന്ന് വെച്ചാൽ അതിട്ടുകൊണ്ട് അവിടെ ഇരിക്കുക എന്നുള്ളതല്ലാതെ. അപ്പോൾ അതൊക്കെ കാണുമ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നാറുണ്ട്. നല്ല നല്ല ഭംഗിയുണ്ട് ആ ഒരു ഫ്രെയിം തന്നെ. പിന്നെ ക്യാമറയുടെ ആംഗിൾസ്, ഫ്രെയിംസ്, ആർട്ട് വർക്ക് തന്നെ, നമ്മൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തെ ആർട്ട് വർക്ക് തന്നെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നാറ്. മിസ് ചെയ്യുന്നുണ്ടല്ലേ? ആരെയും വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ റെഡിയാണെന്നൊക്കെ? ഞാൻ റെഡിയാണ്. ചെയ്യും. ധൈര്യമുണ്ട്? ധൈര്യത്തിന് കുറവൊന്നുമില്ല. ഇല്ല. ഇപ്പൊ ലൈവ് ഷോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പോയിട്ട് ചെയ്യും. അപ്പൊ ലൈവ് അന്ന് ഞാൻ ചെയ്യുമ്പോൾ ഒരു ടെൻഷനും ഇല്ലാതെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇറ്റ്സ് എ ലൈവ് പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ ഇരിക്കുമ്പോൾ ലൈവ് ആണെന്നുള്ളൊരു തോട്ടൊന്നും വരത്തില്ല. പക്ഷെ ഇന്നൊരു ലൈവ് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. അത് കണ്ടു തന്നെ നമ്മൾ അറിയണം. ഓക്കെ. ഇനിയിപ്പോൾ കറന്റ് വരാൻ പോകുന്ന പുതിയ പ്രൊജക്ട് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ അപ്പം പുതിയ പ്രോജക്ട്സ് ഒന്നും ഞാനിപ്പം തൽക്കാലം സൈൻ ചെയ്തിട്ടില്ല. വരുന്നതൊക്കെ സീരിയൽസ് ആണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ സീരിയൽ എന്ന് പറഞ്ഞൊരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണല്ലോ. സീരിയൽസും എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആണ്. അത് കാരണം ഞാനിപ്പോൾ തൽക്കാലം ഒരു ഫ്യൂ മന്ത്സത്തേക്ക് ഒന്ന് ഹോൾഡിൽ വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നല്ല ഓഫേഴ്സ് മൂവിയിൽ നിന്ന് എനിക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം എല്ലാവരുടെയും ആഗ്രഹം മൂവി ചെയ്യാന്നുള്ളതാണ്. സിനിമ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ സമയം. അതായത് നമുക്ക് ഫിലിം ഒരു ഷോർട്ട് പീരീഡ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു വന്നു വെച്ചാൽ സിനിമ എത്ര കൊല്ലം കഴിഞ്ഞാലും, ഇപ്പം പട്ടാളം എത്ര കൊല്ലം മുമ്പ് ഇറങ്ങിയത്, എന്തുകൊണ്ടാണ് പട്ടാളത്തിൽ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന സീരിയൽസിനെ പറ്റി ഒന്നും ഇവിടെ സംസാരിച്ചില്ല. അതെന്തുകൊണ്ടാണ്? അത് വന്നു പോയി സീരിയൽസ്, പിന്നെ അതിനെപ്പറ്റി നമ്മൾ തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷെ സിനിമ എപ്പോഴും അതിനൊരു മരണമില്ലല്ലോ, അതാണ്. അപ്പം എന്തായാലും അടിപൊളിയാവട്ടെ, പുതിയ പ്രൊജക്ടുകൾ വരട്ടെ. ഇനി നമ്മൾ കാണുമ്പോൾ ഫുൾ ബിസി ആയിരിക്കണം. ഫുൾ ബിസി ആയിരിക്കും. അങ്ങനെ ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഇനി പ്രൊമോഷൻ ആയിട്ടാവും ചിലപ്പോൾ നമ്മൾ കാണാം പുതിയ സിനിമയുടെ. ഏതായാലും പ്രൊമോഷനൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നതിൽ താങ്ക് യു സോ മച്ച്. വിചാരിച്ച പോലെ തന്നെ ഒരുപാട് ഓഫറുകൾ വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ. താങ്ക് യു. ശരി.